നമുക്കിഷ്ടപ്പെട്ട ഒരു നായകനെ വെച്ച് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു നായികയെ വെച്ച് നമുക്കിഷ്ടമുള്ള ഒരു ഡയറക്ടറെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കിഷ്ടപ്പെട്ട തിയേറ്ററിലോ സ്ഥലത്തോ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ജോബി ചേട്ടൻ പറഞ്ഞതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതങ്ങനെ ഒരു ഫീലിംഗ് ആണ് എനിക്കും വന്നിട്ടുള്ളത്. ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും മുട്ടാതെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മമ്മൂക്ക എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ എനിക്കൊരു സിനിമ ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ ചെന്ന് പറഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് അത് മമ്മൂക്കയായിട്ടായിരിക്കും. എനിക്കൊരു വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരു ആശ്വാസമാണ്. ഞാൻ ആദ്യമായിട്ട് കഥ പറയണത് ഇതിൽ ജോബി ചേട്ടൻ്റെ അടുത്തായിരുന്നു. ആദ്യത്തെ ഒരു പാരഗ്രാഫ് പറഞ്ഞപ്പോഴേ അദ്ദേഹം ഹുക്ഡായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവർക്കും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും ഇതിൻ്റെ കഥയായിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഇത്. സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 27 സിനിമ ചെയ്ത സിനിമ എന്ന് പറയുന്ന ഈ എലമെൻ്റൊക്കെ ഇവർ ശൂന്യതയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നൊന്നുമല്ല. ഇവരെവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിലൊരു ചെറിയ പാട്ടിൽ ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും. പ്രേക്ഷകരുടെ മനസ്സറിയുന്ന നിർമ്മാണ കമ്പനി ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ സിനിമയുമായി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. നാരായണീൻ്റെ 3 ആൺമക്കൾ. ഈ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിർമ്മാതാവും സംവിധായകനും നമുക്ക് മുന്നിലുണ്ട്. നമസ്കാരം സർ. പുതുവർഷം പുതിയ സിനിമ. കഴിഞ്ഞ വർഷം ജോബി സർ ഞങ്ങളെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മികച്ച സിനിമ സമ്മാനിച്ചു ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പോൾ ഈ പുതുവർഷത്തിൽ എന്താണ് പ്രതീക്ഷകൾ? എല്ലാ വർഷവും നമുക്ക് നല്ല പ്രതീക്ഷകളാണ്. കാരണം ഒരു സിനിമ എന്ന് പറയുന്നത് ആകെ ഒരാളുടെ മാത്രം ഒരു ക്രിയേറ്റിവിറ്റി അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ അത് പണം മുടക്കി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ആളുകളുടെ ശ്രമഫലമാണ് ഒരു സിനിമ വരിക എന്നുള്ളത്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായ ഏറ്റവും കൂടുതൽ പൈസ സിനിമയിൽ കളഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഗുഡ് നൈറ്റ് മോഹൻ. അദ്ദേഹം ഞങ്ങളുടെ ഒരു സദസ്സിൽ, ഞങ്ങളുടെ സ്വകാര്യ സദസ്സിൽ പ്രമോദ് ബപ്പൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുക്കളുണ്ട്. അവരോട് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട്. അതായത് നമുക്കിഷ്ടപ്പെട്ട ഒരു നായകനെ വെച്ച് അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട ഒരു നായികയെ വെച്ച് നമുക്കിഷ്ടമുള്ള ഒരു ഡയറക്ടറെ കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം നമുക്കിഷ്ടപ്പെട്ട തിയേറ്ററിലോ സ്ഥലത്തോ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അത് സിനിമ സംഭവിക്കുന്നതാണ്. അതറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാം നമുക്ക് പ്രതീക്ഷകളാണ്, നല്ല പ്രതീക്ഷകളാണ് തരുന്നതെങ്കിൽ കൂടി നമുക്കറിയാതെ ഒരു ആൻസൈറ്റി പ്രേക്ഷകരെ പോലെ തന്നെ പ്രൊഡ്യൂസർക്കും ഉണ്ടാകും. ഇതെന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും, എന്ത് സംഭവിക്കും. പക്ഷേ പിന്നെ നമ്മളെ ഇത് ഈക്വലൈസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ഈ സിനിമ കാണുന്നുണ്ട്. ഒരു സദാ പ്രേക്ഷകൻ കാണുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ട് ഒരു പ്രൊഡ്യൂസർ ഈ സിനിമ ആദ്യം കാണും. അങ്ങനെ കാണുമ്പോൾ അവനിത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ ഓർമ്മകളുടെ മേച്ചിൽപ്പുറങ്ങളിൽ എവിടെയെങ്കിലും അവന് ഈ സിനിമയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവന് ചിലപ്പോൾ തോന്നും, എടാ ഇത് കൊള്ളാലോ, ഇതടിക്കുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ എനിക്കുമുള്ളത്. കാരണം ഈ സിനിമയിൽ എവിടെയോ 1-2 എലമെൻറ്റ് എന്നെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതും മലയാളത്തിൽ ഒരു നല്ല സിനിമയുടെ പട്ടികയിൽ ഇടം പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. തീർച്ചയായിട്ടും. ശരൺ സർ, ആദ്യ സിനിമയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഇതിനു മുമ്പ് ഒരു പ്രൊജക്റ്റ് വർക്കിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ചിത്രം ഫെസ്റ്റിവലിലടക്കം വളരെ നല്ല രീതിയിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. അപ്പോൾ അതിനുശേഷം ആദ്യ സിനിമ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിനൊപ്പം ആ ഒരു പ്രതീതി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്ന് ഇവിടെ ഇരിക്കുമ്പം ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. കാരണം ഇപ്പം ഗുഡ്വിൽ നിന്നിപ്പം ഞാൻ സിനിമയിൽ വരുമ്പോഴേ കേട്ടിട്ടുള്ള ഒരു പേരാണ് ഗുഡ്വിലിൻ്റെ പേരും ജോബി ചേട്ടൻ്റെ പേരും ഒക്കെ. ഞാനൊരിക്കലും എക്സ്പെക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ ഇത്രയും വലിയൊരു ബാനറിൻ്റെ കൂടെ ആദ്യത്തെ സിനിമ ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ഇപ്പോൾ ജോബി ചേട്ടൻ പറഞ്ഞതുപോലെ ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതങ്ങനെ ഒരു ഫീലിംഗാണ് എനിക്കിന്ന് വന്നിട്ടുള്ളത്.
അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതോ അങ്ങനത്തെ ഒരു ഇതൊന്നും അല്ലായിരുന്നു. പക്ഷേ ഓണസ്റ്റായിട്ട് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതൊരു ഭാഗ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പം ജോബി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആസ് എ ഡയറക്ടർ, ആസ് എ ഡെബ്യൂ ഡയറക്ടർ, എൻ്റെ ക്രൂവിനും എല്ലാവർക്കും, ഞങ്ങൾ പടം കണ്ട എല്ലാവർക്കും ആ ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒരു നല്ല സിനിമയായിരിക്കും എന്നുള്ളത്. ഈ സിനിമയുടെ ഒരു പ്രോസസ്സ് പറയാമോ? അതായത് ആ കഥാതന്തുവിലേക്ക് പിച്ച് ചെയ്യുന്നത് മുതൽ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സ് ഒന്ന് പറയാമോ? എങ്ങനെ ഈ ഒരു ഇപ്പോൾ റിലീസിലേക്ക് എത്തി നിൽക്കുവാണ്, എന്തായിരുന്നു ആ ഒരു പ്രോസസ്സ്? ആദ്യത്തെ ഒരു സിനിമയുടെ ഒരു കഥാതന്തുവിലേക്ക് എങ്ങനെയാണ് പിച്ച് ചെയ്യുന്നത്? കഥാതന്തു എന്ന് പറയുന്നത് ഈ കഥ കോഴിക്കോട് നടക്കുന്നൊരു കഥയാണ്. കോഴിക്കോടിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കൊയിലാണ്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പം അവിടെ ഞാൻ ജനിച്ച് വളർന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് കാലം ചിലവഴിച്ചിട്ടുള്ളൊരു സ്ഥലമാണത്. അപ്പം ആ ഒരു എലമെൻ്റ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു ആദ്യത്തെ സിനിമ ചെയ്യുമ്പം എവിടെയോ എൻ്റെ ആദ്യത്തെ സിനിമ അവിടെ ആയിരിക്കണം സംഭവിക്കേണ്ടതെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാനത് എഴുതുമ്പം അതിലേക്ക് അവിടെ ഞാൻ കണ്ട് പരിചയിച്ചിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ കഥയിലേക്ക് വന്നു ചേരുവാണ് ചെയ്തത്. ഞാൻ ഇന്നൊരു റൂട്ട് എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇന്ന മാതിരി ഒരു സിനിമ ക്രിയേറ്റ് ചെയ്യണമെന്നോ സത്യം പറഞ്ഞാൽ ഞാനൊരു മുൻധാരണയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്പേസിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു, ഒരു വീട് വന്നു, അങ്ങനെ കുറേ സന്ദർഭങ്ങൾ വന്നു. അങ്ങനെ ഒരു നമ്മൾ തുന്നി കൂട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഓർഗാനിക്കായിട്ട് നടന്നൊരു പ്രോസസ്സാണ്. ആ ഓർഗാനിക് പ്രോസസ്സ് തന്നെ അത് ഇന്ന് ഇവിടെ ഇരിക്കുന്നവരെ ആ ഒരു ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളതും. ഇപ്പം ജോബി ചേട്ടനെ കണ്ടുമുട്ടുന്നതും ഇതിലെ ആക്ടേഴ്സിനെ കണ്ടുമുട്ടുന്നതും അതെല്ലാം ഒരു നല്ല രീതിയിലൊരു എന്താ പറയുക ഒരു ഓർഗാനിക് പ്രോസസ്സായിരുന്നു. ജോബി സാർ പറഞ്ഞ പോലെ എല്ലാം സംഭവിച്ചതാണ് അല്ലേ? ഈ ഗുഡ് വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ സിനിമകളുടെ സെലക്ഷൻ സാർ എപ്പോഴും ഭയങ്കരമായിട്ട് ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ 3 സിനിമകൾ മലയാളത്തിൻ്റെ മെഗാസ്റ്റാറായിട്ടുള്ള മമ്മൂക്കയ്ക്കൊപ്പം, പിന്നീട് ഇപ്പോൾ എല്ലാ ഒരു ബ്രാൻഡഡ് പ്രൊഡക്ഷൻ കമ്പനി ചെയ്യുന്നതുപോലെ മെയിൻ ആക്ടേഴ്സിനെ വെച്ച് മാത്രം സിനിമ എടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ അവിടെ നിന്ന് ഗുഡ് വില്ല് മാറി സഞ്ചരിക്കുകയാണ്, യുവാക്കളിലേക്ക് പോവുകയാണ്, ത്രില്ലേഴ്സ് വരികയാണ്, ഫാമിലി എൻ്റർടൈനേഴ്സ് വരികയാണ്, കോമഡി രോമാഞ്ചം പോലുള്ള കോമഡി സിനിമകൾ വരികയാണ്. ഇത്രയും വെറൈറ്റി ഓഫ് സെലക്ഷനിലേക്ക് പോകാനുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നാച്ചുറലി സംഭവിച്ചതാണോ സാർ? നമ്മൾ പൊങ്ങച്ചം പറയാനില്ല, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇപ്പം നമ്മളിപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് നാരായണിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. നാരായണി വന്ന് ഭവിച്ചതാണ്. എന്നാൽ നിങ്ങൾ പറഞ്ഞ മമ്മൂക്കയുടെ പടങ്ങളെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ബിക്കോസ് ഞാനും മമ്മൂക്കയായിട്ടുള്ളൊരു കെമിസ്ട്രി വളരെ 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 പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് തരാറുണ്ട്. 4 പടങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നെ. അപ്പോൾ ഞങ്ങൾ ചെയ്ത പടങ്ങളെല്ലാം ഒന്നൊന്നിനോടൊന്ന് മികച്ചതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കയായിട്ട് ഞാൻ കൂടുമ്പോൾ ഞാൻ അറിയാതെ എനിക്കൊരു പോസിറ്റീവ് എനർജി എന്നിലുണ്ടാവും. പിന്നെ അവിടെ അത് പോസിറ്റീവായിട്ടേ വരാറുള്ളൂ. പക്ഷെ അതല്ലല്ലോ ഒരു പ്രൊഡക്ഷൻ ഹൗസ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എപ്പോഴും മുട്ടാതെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മമ്മൂക്ക എന്ന് എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. എനിക്കൊരു അബദ്ധം പറ്റിയാൽ അല്ലെങ്കിൽ എനിക്കൊരു സിനിമയില്ലാത്തൊരവസ്ഥ വന്നാൽ ഞാൻ ചെന്ന് പറഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റ് അത് മമ്മൂക്കയായിട്ടായിരിക്കും. അത് എനിക്കൊരു വിശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്, ഒരാശ്വാസമാണ്. അപ്പോൾ എന്നാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് റൺ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആ കമ്പനിയുടെ മെറിറ്റിന് അല്ലെ കമ്പനിയുടെ വാല്യൂക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ പ്രസൻസിന് അല്ലെങ്കിൽ അത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്താൻ പല ആർട്ടിസ്റ്റിനെയും നമ്മൾ ഉപയോഗിക്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലേ ഉള്ളൂ നമ്മുടെ ആ ലൈബ്രറി ഫുൾഫിൽ ആകുകയുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് അമരത്വം. എനിക്ക് അമരത്വമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ഇന്നല്ലേ നാളെ ഞാനും കടന്നു പോകുമ്പോൾ കുറച്ച് നല്ല സിനിമകളും ജോബി ജോർജ് പിടിച്ചിരുന്നു എന്ന് പറയണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലരെയും ചൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ സിനിമ എന്നിലേക്ക് വന്നത് വീണ്ടും യാദൃശ്ചികതയാണ്. കാരണം ഈ സിനിമ ഞാനല്ല തുടങ്ങി വെച്ചത്. വിത്ത് ഓൾ ദ റെസ്പെക്റ്റ്, ഈ സിനിമ ഞാൻ അസോസിയേറ്റ് ചെയ്ത് വേറൊരു ഫോമിലൂടെയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ നോ പറയാൻ മടിക്കുന്നത് പെൺകുട്ടികളോടാണ്. സം റീസൺ എൻ്റെ വീട്ടിൽ പെൺകുട്ടികളില്ലാത്തതുകൊണ്ട്, എൻ്റെ വീട്ടിൽ എനിക്ക് പെങ്ങന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയോട് ഇഷ്ടമുള്ളത് കൊണ്ടാകാം.
അപ്പം അങ്ങനെ ഒരു പെണ്ണ് ഈ സിനിമയുടെ ഇവരുടെ ആദ്യ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഒരു പെണ്ണായിരുന്നു. ആ പെണ്ണ് നമ്മളുടെ അടുക്ക് വേറൊരു കാര്യം പറഞ്ഞ് വന്ന് വരികയും അതിലേക്ക് പോവുകയും അതിനുശേഷം അവർക്കത് ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ ഞാൻ ഈ സിനിമ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഗുഡ്വില്ലിന് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സിനിമ സംഭവിക്കുന്നതാണ്. ഇത് നമ്മളിൽ വന്നു ചേർന്ന ഒരു പ്രോജക്റ്റാണിത്. ഞാൻ ഇതിൻ്റെ തുടക്കം മുതൽ ഞാനായിട്ട് ചെയ്തതല്ല. എനിക്കതിൻ്റെ സത്യങ്ങൾ പറയുന്നതിനോടാണ് എനിക്കിഷ്ടം. തീർച്ചയായിട്ടും ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നത് സാർ. അപ്പോൾ ശരൺ സാറിൻ്റെ നാരായണീൻ്റെ മൂന്നാൺമക്കളിലുള്ള മെയിൻ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമ്മൂട്, അലൻ സിയർ ലോപ്പസ്, 3 എണ്ണം പറഞ്ഞ മികച്ച നടന്മാരാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ മികച്ച നടന്മാരോടൊപ്പം ഒരു പുതുമുഖ സംവിധായകൻ ഇടപഴകുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആക്ടേഴ്സിൻ്റെ കൂടെയുള്ള ഒരു ഇൻട്രാക്ഷൻ. ഞാൻ ആദ്യമായിട്ട് കഥ പറയണത് ഇതിൽ ജോയിച്ചേട്ടൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ജോയിച്ചേട്ടൻ കഥ കേട്ടപ്പോഴേ, അതായത് ആദ്യത്തെ ഒരു പാരഗ്രാഫ് പറഞ്ഞപ്പോഴേ അദ്ദേഹം ഹുക്ഡായിരുന്നു. നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീടായിരുന്നു ബാക്കി നമ്മൾ സുരാജേട്ടനിലേക്കും അലഞ്ചേട്ടനിലേക്കൊക്കെ ബാക്കി നമ്മൾ ക്യാരക്ടേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാവർക്കും അതൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ബേസിക്കലി ഈ സിനിമയുടെ എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവർക്കും ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇതിൻ്റെ കഥയായിട്ടുള്ളതാണ് നമ്മുടെ ഒരു ഇത്. പിന്നീട് ഷൂട്ടിലേക്ക് എത്തിയപ്പം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കൊരു ആദ്യമായിട്ട് ഇപ്പോൾ ഒരു പുതുമുഖ ഇതാണെന്നൊന്നും അങ്ങനെ ഒരു ഫീലൊന്നും തന്നിരുന്നില്ല. ലൈക്ക് എല്ലാ രീതിയിലും കോപ്പറേറ്റീവ് ആയിരുന്നു. നമുക്കൊരു ഒരു കൊളാബറേറ്റീവ് സ്പേസ് ഉണ്ടായിരുന്നു സെറ്റിൽ. അതായിരുന്നു ഒരു എക്സ്പീരിയൻസ്. ഈ സിനിമയുടെ ടീസറും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ത്രില്ലർ സ്വഭാവം ഇതിനുണ്ടെന്ന് പേഴ്സണലി തോന്നിയിരുന്നു. കാരണം ആ ഒരു വീടും ചില നിഗൂഢതകൾ, ചില ഡാർക്ക് സീക്രട്സ് ഒക്കെ ഉള്ള പോലെ തോന്നിയിരുന്നു. ശരിക്കും സിനിമയിൽ അങ്ങനത്തെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? അതിൽ ആദ്യത്തെ ഭാഗം പറഞ്ഞത് ത്രില്ലർ ആണോ എന്നാണ്. ത്രില്ലറല്ല, ഇതൊരു ത്രില്ലർ സിനിമയൊന്നുമല്ല. ഇതൊരു ഫാമിലി ഡ്രാമയാണ്. പക്ഷേ ഒരു ഡ്രാമയ്ക്കകത്തും സീക്രറ്റ്സ് ഉണ്ടാവാമല്ലോ. അതൊരിക്കലും ഒരു ത്രില്ലർ സ്വഭാവമുള്ള സീക്രറ്റ്സ് ആയിരിക്കണം എന്നില്ലല്ലോ. അതുപോലെ തന്നെ ഒരു സീക്രറ്റ്സ് കുറച്ച് 1-2 കാര്യങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. അങ്ങനെയൊന്നുമില്ല. അതിൽ 2 കാര്യങ്ങളുണ്ട് മോനെ. അദ്ദേഹം വേറൊരു തലത്തിലേക്കായി. സിനിമ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ ചോദ്യം അവർക്ക് ഒരു എന്ത് എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് എന്ന് തോന്നിപ്പിക്കാൻ ആ ടീച്ചറിന് കഴിഞ്ഞുവെങ്കിൽ അത് ആ ടീച്ചർ ഉണ്ടാക്കിയ ഡയറക്ടറുടെ മിടുക്കായിട്ട് വേണം നമുക്ക് കരുതാം. പക്ഷേ ആ സിനിമ ഞാൻ മനസ്സിലാക്കുന്ന നാരായണിയുടെ 3 ആൺമക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത വീടുകളിലൊക്കെ നടക്കുന്ന പല കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം അദ്ദേഹത്തോട് ചോദിച്ചത് ഈസ് ഇറ്റ് പോസിബിൾ എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നാട്ടിൽ, എൻ്റെ നാട്ടിലില്ല, നിങ്ങളുടെ നാട്ടിൽ പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, ഡയറക്ടർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ റീസെൻ്റ്ലി അറിഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ഓരോന്ന് എത്ര തരം ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്? 4-5 6 പറയടോ നിങ്ങൾ. എനിക്ക് അങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് അറിയണ്ടേ എത്ര തരം ബ്ലഡ് ഗ്രൂപ്പുകളുണ്ട്? 5 6 എന്തെങ്കിലും ആട്ടെ. താൻ കേട്ടിരിക്കുന്നതും ഞാൻ കേട്ടിരിക്കുന്നതും കഴിഞ്ഞ ആഴ്ച വരെയും എ പോസിറ്റീവ്, ബി പോസിറ്റീവ് ഇങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ഗ്രൂപ്പുണ്ട്. താങ്കൾ കേട്ടിട്ടില്ല ഇതുവരെ? ആത്മാർത്ഥമായിട്ട് പറയും. തീർച്ചയായിട്ടും കേട്ടിട്ടില്ല. ക്യാമറമാൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? എന്നാലും കേട്ടു. ഈ ഡയറക്ടർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. താങ്ക് യു. ബോംബെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പുണ്ട്. ഞാൻ കിടുങ്ങിപ്പോയത് കേട്ടപ്പോൾ. ഐ വാസ് ഷോക്ക്ഡ്. അപ്പോൾ അത് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് അതിനെപ്പറ്റി അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്. ആ കുട്ടി ഗൂഗിളിൽ അടിച്ച് നോക്കിയുള്ളൂ, നല്ലതാണ്. അപ്പോൾ അങ്ങനെ ബോംബെ പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് നമുക്കുണ്ട് എന്ന് പറയുന്നത് പോലെ ഇദ്ദേഹം ആ സിനിമയിൽ ഞാൻ ചോദിച്ച ആ ക്വസ്റ്റ്യൻ ഞാൻ രഹസ്യമായി അന്വേഷിച്ചപ്പോൾ എൻ്റെ പഞ്ചായത്തിൻ്റെ അടുത്ത പഞ്ചായത്തിലത് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് സിനിമയുടെ ഒരു ഇതാണ്. ഇനി സിനിമയായിട്ട് ആളുകൾ കണ്ടാൽ
സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 27 സിനിമ ചെയ്ത സിനിമ എന്ന് പറയുന്ന ഈ എലമെൻ്റൊക്കെ ഇവർ ശൂന്യതയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല. ഇവരെവിടെയെങ്കിലും കണ്ടതോ കേട്ടതോ ആയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതാണ് അതിലൊരു ചെറിയ പാട്ടിൽ ഇദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ എന്താണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലായിക്കോളും. ശരൺ സാർ, ആദ്യ സിനിമ സംഭവിക്കുമ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ സ്വന്തം നാട്, നമുക്കറിയാവുന്ന ആളുകൾ, നമ്മൾ കേട്ട കാര്യങ്ങൾ, ഭൂരിഭാഗം പേര് ഇപ്പോൾ ലോഹിതദാസ് സാറ് അതുപോലെ പത്മനാഭൻ സാറിൻ്റെയൊക്കെ മെയിൻ കഥ അതെന്തോ അവരുടെ നാടും അതൊക്കെ അതിലാണ് അവർ വിസ്മയങ്ങൾ സൃഷ്ടിച്ചത്. ആ ഒരു ട്രാക്ക് തന്നെ പിടിക്കണം എന്ന് ഇൻറ്റൻഷനിൽ വിചാരിച്ചാണോ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെ ആദ്യം കൊടുക്കാം എന്നുള്ളതാണോ? അല്ല, ആസ് എ ഫിലിം മേക്കർ എനിക്ക് നമ്മൾ ഓരോ വർക്ക് ഓഫ് ആർട്ട് ചെയ്യുമ്പോഴും അത് ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം നാരായണി സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ആഗ്രഹവും അവിടെ ആ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു ആ എഴുത്ത് ഞാൻ തുടങ്ങിയത്. പക്ഷേ എന്ന് കരുതി അടുത്ത സിനിമ ഒരിക്കലും ഈ ഒരു ജോണറിലോ അല്ലെങ്കിൽ ഈ ഒരു മൂഡോ ഉള്ള സിനിമയായിരിക്കില്ല. അപ്പോൾ ഇത് എനിക്ക് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു സിനിമയാണ്. ആ സ്ഥലം ഇപ്പം പറഞ്ഞ പോലെ അതിലെ കഥാപാത്രങ്ങളും സിറ്റുവേഷൻസും എല്ലാം വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷെ എന്ന് കരുതി ആ ഒരു ഇതിലായിരിക്കില്ല അടുത്ത പടം. അപ്പോൾ ഒരു പുതുമുഖ ഡയറക്ടറിനെ നമ്മൾ സാധാരണ ഓരോരുത്തരും മടിക്കും, ഇന്നൊരാളെടുത്ത് എത്തണമെങ്കിൽ ഇത്ര ഒരു കടമ്പകൾ എന്നൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ഏത് പ്രമുഖ നടൻ്റെ അടുത്തായാലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ജോബി സാറിന് എങ്ങനെയാണ് ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? ഒരു പുതുമുഖ ഡയറക്ടറിനെ ഒരു ഗുഡ് വിൽ പടം ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു ട്രസ്റ്റ് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ എല്ലാം ഓണസ്റ്റായിട്ട് പോകണമെങ്കിൽ എനിക്ക് ആദ്യം ഇദ്ദേഹത്തിനോട് ട്രസ്റ്റ് ഒന്നുമില്ലായിരുന്നു, അതിനുള്ള കാര്യം പറഞ്ഞു തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം വന്നത് വേറൊരു റോളിലായിരുന്നു. ആ റോളിൽ നിന്ന് ഞാൻ വന്ന് ഞങ്ങൾ പരസ്പരം പഠിച്ചപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഏറ്റവും വലിയ സന്തോഷം തരുന്നത് എന്നാണെന്നറിയോ, രണ്ട് കാരണങ്ങളാണ്. രണ്ട് കാരണങ്ങളും എനിക്ക് ഭയങ്കര ഇപ്പം എനിക്കത് ട്രസ്റ്റും സ്നേഹവും കരുതലും ഒക്കെ ഉണ്ട്. ആദ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ സന്തോഷിക്കുന്നത് ഇദ്ദേഹം ഒരു ലിസണർ അല്ലായിരുന്നു, ഇപ്പം അദ്ദേഹം ലിസണറായി. അത് എൻ്റെ സഹവാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ മാറ്റങ്ങൾ അതിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. രണ്ട്, ഞാൻ കാണുമ്പോൾ ഇദ്ദേഹം ദൈവവിശ്വാസിയല്ലായിരുന്നു, ഇപ്പം ഇയാൾ ദൈവവിശ്വാസിയായി. ഈ രണ്ട് വലിയ കാര്യങ്ങൾ ഈ സിനിമ കൊണ്ട് നടന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു മെറിറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുടെ ഭാഗമായിട്ട് പുറത്തു വന്ന ഗാനം അത് വളരെ മെൽറ്റിങ് മെലഡിയാണ്. ഭയങ്കര നമ്മളെ ഇമോഷണലി ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ സിനിമയുടെ ഏതൊരു നിർണായക ഘട്ടത്തിലായിരിക്കാം ആ ഗാനം വരുന്നതെന്ന് പേഴ്സണലി ഫീൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗാനത്തെക്കുറിച്ചും ആ ഒരു സംഗീതത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്, നമ്മുടെ സിനിമയുടെ സംഗീതം ചെയ്തിരിക്കുന്നത് രാഹുൽ രാജാണ്. അപ്പം എനിക്ക് ഒരുപാട് കാലമായിട്ട് വളരെ പ്രിയപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ് അദ്ദേഹം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് രാഹുലേട്ടനെ കാണാൻ പോകുമ്പം നമുക്ക് ആദ്യം വേണ്ടത് ഈ പാട്ടായിരുന്നു. കാരണം ഇത് ഷൂട്ടിന് ആവശ്യമുള്ളൊരു പാട്ടായിരുന്നു. അങ്ങനെ നമുക്കിത് കമ്പോസ് ചെയ്യാൻ ആദ്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ദിവസം പുള്ളിയുടെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചു, നമുക്കിരിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഗിറ്റാറിസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ടിൻ്റെ തുടക്കത്തിൽ കേൾക്കുന്ന ആദ്യത്തെ ഒരു സ്ട്രമ്മിങ് ഉണ്ടല്ലോ, അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കമ്പോസിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ശരിക്കും എനിക്കൊരു ഗൂസ് ബങ്സ് എന്ന് പറഞ്ഞൊരു മൂമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ആദ്യം പുറത്തുവിട്ട ഗാനവും ഇത് തന്നെയായിരുന്നു. ഒരു പേഴ്സണലി എനിക്ക് അത്രയധികം എന്താ പറയുക ഒരു കണക്ഷനുള്ളൊരു പാട്ടുമാണ്. പിന്നെ പറഞ്ഞ പോലെ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണ് ഈ സിനിമയിൽ ഈ പാട്ട് വരുന്നത്. വളരെ സ്വീറ്റാണ്, മെലോഡിക്കാണ്, ഒപ്പം കുറച്ച് മെലൻകലിക്കാണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു പാട്ടാണിത്. ഈ പാട്ടിന് വേറെ പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ അമ്മ അതിന് 2 പാട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയും ഗാനങ്ങളുണ്ടല്ലേ? ഉണ്ട്, നമുക്ക് 5 പാട്ടുണ്ട് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ അതിലൊരെണ്ണം റഫീഖൊക്കെയാണ് എഴുതിയത്, റഫീഖ് അഹമ്മദ്. അതിൽ 2 പാട്ട് എൻ്റെ അമ്മയാണ് എഴുതിയത്. പിന്നെ ഒരു പാട്ട് ധന്യ സുരേഷ് മേനൻ. അമ്മയുടെ പേര് കെ സുഷ. അപ്പോൾ അങ്ങനെ ഒരു പാരമ്പര്യത്തിൽ നിന്നാണ് ആ ഒരു സർഗശിഷ്യ വരുന്നതെന്ന് തോന്നുന്നല്ലേ? ഫാമിലി അങ്ങനെ ഒരു സിനിമയായിട്ട് ബന്ധമുള്ള ആൾക്കാരൊന്നുമില്ല. എൻ്റെ ഒരു ബാങ്കിങ് ഫാമിലിയാണ് എൻ്റെത്. പക്ഷേ ഞാനിവിടെ എത്തിപ്പെട്ടപ്പോൾ അങ്ങനെ അമ്മ എഴുതുന്ന അറിയാമായിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. ഓക്കെ. ജോബി സാറേ, ഇപ്പോൾ
ഓരോ ആഴ്ചകളിൽ ഒരുപാട് സിനിമകളാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരുപാട് ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ തിയേറ്ററുകളിൽ പോകുമ്പോൾ കാണാറുണ്ട്. ആ ഒരുപാട് സിനിമകളിലൂടെ ഒരുപാട് നിർമ്മാതാക്കളുമാണ് വരുന്നത്. പക്ഷേ ചിലരൊക്കെ 1-2 സിനിമകൾ ചെയ്തിട്ട് അങ്ങനെ ഫേഡ് ഔട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കൺസിസ്റ്റൻസി പലപ്പോഴും കുറവായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് 27 സിനിമകളോളം ചെയ്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ജോബി സാറിൻ്റെ ആ ഒരു ഊർജ്ജം എന്താണ്, ഒരു ഫയർ ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിനെ നിലനിർത്താനുള്ള ആ ഒരു ഫയർ എന്താണ്? അത് ഒന്നാമത്തെ കേസ്, ഞാൻ ഒത്തിരി പേര് ഷോൾഡർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനില്ലെങ്കിൽ പലരുമില്ല എന്നൊരു ബോധ്യം എന്നിലുള്ളത് കൊണ്ടാണ്. അതാണ് എൻ്റെ ആദ്യത്തെ ഊർജ്ജം എന്ന് പറയുന്നത്. പിന്നെ 2, ഞാനൊരു അറ്റൻഷൻ സീക്കറാണ്. എന്നെയും എൻ്റെ സ്ഥാപനത്തെയും ആരും പെട്ടെന്ന് മറക്കരുത് എന്നാഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതുമായിട്ട് ചെയ്തതാണ്. നമ്മളിത് മാത്രമല്ലല്ലോ ചെയ്യുന്നത്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ലേബലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. അപ്പം നമ്മളെല്ലാ മേഖലകളിലും നമ്മൾ ഉണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ആ സ്ഥാപനം, ഞാനെന്ന വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. ഗുഡ്വിൽ എന്ന സ്ഥാപനം മുഖേന 10-70 പേര് ജീവിക്കുന്നു, അവർ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വീട് നടന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്മൾ അവിടെ ബാറ്റൺ പിടിച്ച് ഓടുമ്പോഴാണ് അവർക്ക് പുറകിൽ വരാനുള്ള ഒരു ഊർജ്ജം അവർക്കും കിട്ടുന്നത്. അതുകൊണ്ടാണ് അവരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ആണ് നമ്മൾ ചടുലതയോടെ നീങ്ങുന്നത്. പിന്നെ രണ്ടാമത്, എനിക്ക് സിനിമയും സിനിമ പാട്ടും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ചെറുപ്പം മുതൽ സിനിമ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടിട്ടുള്ള ആളാണ്. ബ്ലാക്ക് ടിക്കറ്റ് വിറ്റ് കാശുണ്ടാക്കി വീണ്ടും സിനിമയ്ക്ക് പോയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് സിനിമ എനിക്കിഷ്ടമുള്ളൊരു ഏരിയയാണ്. പിന്നെ സിനിമ എനിക്ക് രാശിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ചെയ്ത ഒരു സിനിമയും ഇന്നലെ വരെ നമുക്ക് നഷ്ടം വരുത്തിയിട്ടില്ല. നാളത്തെ കാര്യം ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഈ പോയ വർഷം കിഷ്കിന്ധാണ്ടെന്ന് പറഞ്ഞു. കിഷ്കിന്ധാണ്ടത്തിലെ ഏറ്റവും വലിയൊരു പ്ലോട്ട് ട്വിസ്റ്റ് ആ സിനിമയിലേക്കാൾ എനിക്ക് തോന്നിയത് അതിൻ്റെ ആ റിലീസ് സമയം പ്രഖ്യാപിച്ചതാണ്. വളരെ സർപ്രൈസിങ് ആയിരുന്നു. അങ്ങനെ ഒരു ത്രില്ലർ സ്വഭാവമുള്ള നല്ല ഇതിൽ കാണേണ്ട ഒരു സിനിമ ആ ഒരു ഓണം സമയത്ത് വരിക എന്നുള്ളത്, ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ടുള്ള സിനിമകളൊക്കെ വരുന്ന സമയത്ത് ആ കിഷ്കിന്ധാകാന്ഡം അവിടെ റിലീസ് ചെയ്യണം എന്നുള്ളൊരു ഡിസിഷൻ, അത് ഭയങ്കര വിചിത്രമായിട്ട് തോന്നി ആ സമയത്ത്. സിനിമയുടെ തോട്ട് പ്രോസസ്സിലെല്ലാം ഞാനുണ്ടായിരുന്നു. ആ സിനിമ കഥ പറയുമ്പോൾ, കഥ കേൾക്കുമ്പോൾ, ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ഊർജ്ജമായിരുന്നു തന്നത്. പിന്നെ രണ്ടാമത്, നമ്മളാരും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് കേരളത്തിലെ മലയാളി ഓഡിയൻസ്. നമ്മൾ കാര്യം പറഞ്ഞാൽ വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിലും നമ്മൾ അടി കൂടും, പുഴകൂടും, ഭയങ്കര ഈഗോയൊക്കെ ഉണ്ടെന്നൊക്കെ പറയാലും മലയാളി പ്രേക്ഷകരെല്ലാവരും വളരെ കഴിവുള്ള ആളുകളാണ്. പിന്നെ വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമോ സന്തോഷമോ വെച്ചാൽ ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിനോട് കേരളത്തിലുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം പൂർവികരുടെ പുണ്യമായിരിക്കുമെന്ന് നമ്മുടെ പടങ്ങളൊക്കെ ആൾക്കാർ 150 രൂപ പോയാലും കുഴപ്പമില്ല, പോകണം എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ എനിക്ക് എപ്പോഴും തരാറുണ്ട്. അപ്പോൾ പിന്നെ ഈ സിനിമ ആദ്യം കണ്ടപ്പോൾ മുതൽ എനിക്കറിയാമായിരുന്നു ആ സിനിമയിലൊരു എലമെൻ്റ് ഉണ്ട്. ഞാൻ പലപ്പോഴും ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നനയിച്ചിരുന്നു, അല്ലെങ്കിൽ എന്നെ വല്ലാതെ അത് ഇഷ്ടപ്പെടുത്തി. പിന്നെ ഞാൻ പഠിച്ച പാഠത്തിൽ വാട്ട് യു മീൻ ബൈ ബിസിനസ് എന്ന് പ്രോഫിറ്റ് എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്നത് ദ റിവാർഡ് ഓഫ് റിസ്ക് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് എന്നാണ്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഗോയിങ് ടു ടേക്ക് എ റിസ്ക്. എനിക്ക് ഈ പ്രായത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ 70 വയസ്സിലൊന്നും റിസ്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണ് അത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ആ ടീമിൽ എല്ലാവർക്കും ഒരു പരസ്പര ബഹുമാനവും വിശ്വാസവും ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറായാലും ഡയറക്ടറായാലും എല്ലാവരും അപ്പോൾ ഇത് മ്യൂസിക് ഡയറക്ടറുടെ കാര്യം, ഞാൻ മ്യൂസിക് ഡയറക്ടറും ഈ മ്യൂസിക് ഡയറക്ടറും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. രാഹുൽ രാജാണ് കസബ ചെയ്തത്. രാഹുൽ രാജ് ഞാൻ പറയുന്നതെല്ലാം അതുപോലെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെയായിരുന്നു മുജീബും. മുജീബ് നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഊർജ്ജമൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ തോന്നി എന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആദ്യം പറഞ്ഞത് സിനിമ സംഭവിക്കുന്നതാണ്, എന്നെക്കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് വിധി
എന്ന് വേണേൽ പറയാം. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ അത് എന്നും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സിനിമയാണ് കിഷ്കിന്ധകാണ്ഡം, ഒരു സംശയവും വേണ്ട. ശരൺ സാർ, ഇതിൻ്റെ കാസ്റ്റിങ് അതിലേക്കൊന്ന് വരാം. ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ്, മനസ്സിലാദ്യം ഇവരൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്? അതെ, ഇവരൊക്കെ തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം തയ്യാറാക്കിയ ഒരു പിച്ച് ഡെക്കിൽ കൂടെ ഇവരുടെ 3 പേരുടെയും പേരുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ അപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം പോസിബിൾ ആണെന്നോ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ സിനിമ ചെയ്യാൻ പറ്റുന്നൊന്നും ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു വലിയ കാത്തിരിപ്പായിരുന്നു. പക്ഷേ കഥ കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ പോലെ അത് കണക്റ്റായി. ഒരു ബേസിക് കണക്ഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇതിൽ ഇവർക്ക് മാത്രമല്ല, നമുക്ക് ബാക്കിയുള്ള എല്ലാ ആക്ടേഴ്സിനും. ഇപ്പം നമുക്ക് തോമസ് ഉണ്ട്, ആനന്ദത്തിൽ അഭിനയിച്ച തോമസ് ഇതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ആദ്യ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് കണക്റ്റായി, അതും പറഞ്ഞല്ലോ. അതെ അതെ ആദ്യ പ്രൊഡ്യൂസർക്ക് പെട്ടെന്ന് കണക്റ്റായി. ജെമിനി ഫുക്കാൻ എന്ന് പറയുന്ന ഒരു ആസാമിയാണ്. അസാമീസ് അല്ലേ, ആസാമിക്കരിയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം വന്നത്. അപ്പോൾ അത് ഭയങ്കര രസകരമായ കഥയാണ്. അത് നമുക്ക് പറഞ്ഞു അല്ല, അത് പിന്നീട് ഒരിക്കലും ആകുന്നതായിരിക്കും ബുദ്ധി. ജെമിനി ഫുക്കാൻ ആണിത് പ്രൊഡ്യൂസ് ചെയ്യാനിരുന്നത്. പിന്നെ വിധിയോ പ്രകൃതിയോ പ്രപഞ്ചമോ അവരെ മാറ്റി നിൽക്കപ്പെടുകയും അവരുടെ സ്ഥാനത്ത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് വരികയും ചെയ്തു. അപ്പം 2 പ്രശ്നങ്ങളാണ്. ഇത് ഇങ്ങനെ വന്ന ഒത്തിരി പടങ്ങളുണ്ട് ഗുഡ്വിലിന് കേട്ടോ. 4-5 പടങ്ങളിങ്ങനെ ഈ വന്നിട്ടുണ്ട്. രോമാഞ്ചം ഇങ്ങനെ വഴിതെറ്റി വന്നതാണ്. വഴിതെറ്റി വന്ന കുഞ്ഞാടിനെ നമ്മൾ പിടിച്ച് കൂട്ടിക്കയറ്റിയിട്ടതാണ്. അപ്പം അങ്ങനെ സംഭവിച്ച എല്ലാം നല്ലതിന്, ഇതും നല്ലതായി വരട്ടെ. ഞാൻ കേട്ടിട്ടുണ്ട് രോമാഞ്ചം മറ്റൊരു പ്രമുഖ പേര് പറയുന്നില്ല, ഒരു പ്രമുഖ പ്രൊഡ്യൂസർ എടുത്ത് വന്നപ്പോൾ അദ്ദേഹം അത് കണ്ടപ്പോൾ ഇത് ഹിറ്റാവോ എന്നൊക്കെയുള്ള സംശയത്തിൽ അത് എടുത്തില്ല. പ്രമുഖരൊന്നൊന്നുമല്ല, മലയാള സിനിമ ഇൻഡസ്ട്രി മൊത്തം കണ്ടതാടോ. അത് ഞാൻ നമ്മുടെ ഒരു ഗുണം പറയാൻ വേണ്ടി പറയുന്നതല്ല. മലയാള സിനിമയിൽ ഇനി അത് കാണാത്തതായിട്ട് ആരുമില്ല. പ്രേക്ഷകർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ സിനിമ കണ്ടതാണ്. പക്ഷേ അത് നമ്മൾ വന്നപ്പോൾ നമ്മളത് എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശ്രാവൺ. പുള്ളി നമ്മളോട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശ്രാവണിൻ്റെ കെയർ ഓഫിലാണ് ജോൺ പോൾ ഇതുമായിട്ട് നമ്മൾ എത്തിപ്പെടുന്നത്. അതിനുശേഷം അത് നമ്മൾ വീട്ടിൽ കണ്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവിടെ നിന്നാണത് ടേക്ക് ഓഫ്. കുടുംബമായിട്ട് തന്നെ കണ്ടു. ഞങ്ങളങ്ങനെ എല്ലാ പടങ്ങളും ഇപ്പോൾ കിഷ്കിന്ധകാണ്ഡമൊക്കെ നമ്മൾ ഈ നാരായണി ഞങ്ങളുടെ വീട്ടിൽ കണ്ടല്ലോ. നമ്മൾ ആദ്യത്തെ ഷോ എപ്പോഴും വീട്ടിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വീട്ടിലെല്ലാവരും ഞാൻ പടം കാണിക്കും. അപ്പോൾ അത് നമുക്ക് അവരുടെ ഒരു മാനറിസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കിഷ്കിന്ധകാണ്ഡം കാണുമ്പോൾ എൻ്റെ അമ്മ കരയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന എൻ്റെ മോള്, അത് ജെഫി, അവൾ അതിങ്ങനെ സസൂക്ഷ്മം അത് നോക്കി ഒരു നിമിഷം പോലും അതിൽ നിന്ന് മാറാതെ നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കാം, ഇത് കൊള്ളാമല്ലോ. ഇവർ കൂടി അവരെൻ്റെ അമ്മയും മക്കളും ഒക്കെ ആണെങ്കിലും അവരും ഒരു പ്രേക്ഷകരാണ് ആ സമയത്ത്. അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതുപോലെ അവരെ പോലെയുള്ള മാനറിസമുള്ള ആളുകളുണ്ടല്ലോ കേരളത്തിൽ നമ്മൾ ചിന്തിക്കും. സാറിൻ്റെ ഒരു ലക്കി ചാം എന്ന് പറഞ്ഞ സാറിൻ്റെ മകൻ്റെ ആ ഒരു എൻ്റെ മക്കൾ എനിക്ക് വലിയ ഭാഗ്യമുള്ളതാണ്. മകൻ സെലക്ട് ചെയ്യുന്നതിൽ മകൻ ഭയങ്കര അല്ല, അവൻ ഭയങ്കരമായിട്ട് വായിക്കും. ഇപ്പം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പേര് പറയുന്നില്ല, ഒരു പ്രമുഖനായ നടൻ അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നു. അത് എൻ്റെ പെമ്മക്കളെ വായിച്ചിട്ട് അവർ കൊടുത്തപ്പോൾ അവർ ഞാൻ പുള്ളിക്ക് തോന്നി അതേ തോട്ടാണ് അവർക്ക് തോന്നിയത്. അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അവർ സിനിമയായിട്ട് നിൽക്കണം നിർബന്ധം തോന്നുന്നില്ല. പക്ഷേ എനിക്കിഷ്ടം അതാണ്. ഗുഡ്വില്ലൊക്കെ നോക്കി അവരും എനിക്ക് ശേഷവും ഇത് നടന്നു പോകണം. താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഗുഡ്വില്ലിലെ 2 ലോഗോയിലെ 2 ചക്രങ്ങളാണ്. അത് ആ ചക്രം ഇങ്ങനെ ഓടി പോട്ടെ എനിക്ക് ശേഷം അങ്ങനെ പോട്ടെ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു സിനിമ ഒരു സംവിധായകൻ്റെ സ്വപ്നമാണ്. ഇപ്പോൾ രോമാഞ്ചോയിലൊക്കെ ആ സംവിധാന സ്വപ്നം നമ്മൾ മറ്റൊരാൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുമ്പോൾ അയാളതിനെ വളരെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കണേ എന്നുള്ള മനസ്സുമായിട്ടായിരിക്കും നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. പക്ഷെ അവരവിടെ കാണിക്കുന്ന ഒരു നിരാശ ചിലപ്പോൾ ഒരു സംവിധായകനെ ഭയങ്കരമായിട്ട് മനസ്സ് വിഷമിപ്പിച്ചേക്കാം. ആ ഒരു സാഹചര്യത്തിൽ
ഗുഡ് വിൽ അതിനെ താങ്ങി നിർത്തുന്നു എന്ന് പറയുന്നത് കൊടുക്കുന്നൊരു പ്രതീക്ഷ, അത് സാറിനോട് സിനിമയോടുള്ള ആ ഒരു ഊർജവും സ്നേഹവും കാരണം തന്നെയാണോ? സംശയമാണ്. എനിക്ക് സിനിമ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗുഡ് വില്ല് എന്ന് പറയുന്ന സിനിമയുമായിട്ട് ഒത്തിരി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന കമ്പനിയാണത് പലതരത്തിലും. ഇപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു ഗുഡ് വില്ല് നടത്തിപ്പുകാരൻ എന്ന നിലയിൽ ബ്ലാക്ക് ടിക്കറ്റ് എടുത്തു എന്ന് കണ്ടിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ സിനിമയിൽ നമുക്ക് പ്രൊഡക്ഷനുണ്ട്, സ്റ്റുഡിയോയുണ്ട്, നമ്മൾ പാട്ട് അക്വയർ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ അക്വയർ ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുന്നു. ഇനി വിസ്മരിക്കപ്പെടാത്ത ഒരു വലിയ കാര്യമുണ്ട്. മലയാള സിനിമയുടെ പുറത്തേക്ക് പോയാൽ, അതായത് കുറച്ച് പുറകോട്ട് നടന്ന് നോക്കിയാൽ, ഫിലിമിൽ നിന്ന് HD വരുന്നൊരു ട്രാൻസ്ഫോർമേഷൻ കാലമുണ്ട്. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ആദ്യത്തെ HD സ്റ്റുഡിയോ നടത്തിക്കൊണ്ടിരുന്നത് ആൾ ഞാനാണ്. ആ HD സ്റ്റുഡിയോയിൽ പനമ്പള്ളി നഗറിലായിരുന്നു. ഹാർഡ് ഡിസ്ക് തരാൻ വന്നിരുന്ന ഒരാളെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വേറൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ, അല്ലെങ്കിൽ അവിടെ ക്യാമറ അസിസ്റ്റൻ്റായി വന്ന, അല്ലെങ്കിൽ അവിടെ എഡിറ്റിംഗ് പഠിക്കാൻ വന്ന, അല്ലെങ്കിൽ അവിടെ കളറ് ചെയ്യാൻ വന്ന ആളുകളൊക്കെ ഇന്ന് മലയാള സിനിമയിലെ വലിയ രാജാക്കന്മാരാണ്. നമ്മളൊന്നും അവരുടെ പേരുകൾ പറയുന്നില്ല. ഇനി ആ സ്റ്റുഡിയോയിലേക്ക് വലതുകാല് വെച്ച് കയറിയ ആളാണ് ഉണ്ണി മുകുന്ദൻ ഇന്ന് 100 കോടി അടിച്ച് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പിടിച്ച ആൾ ഞാനാണ്. അപ്പം നമ്മളിതൊന്നും അവകാശപ്പെടുന്നില്ല. ഇതെല്ലാം ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നതല്ലാതെ നമ്മുടെ കഴിവൊന്നുമല്ല. മനസ്സിലായോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്റ്റുഡിയോ തുടങ്ങുന്ന കാലത്ത് എനിക്കിതെന്താണെന്ന് പോലും അറിയത്തില്ല. എന്താണ് HD, ഹൈ ഡെഫിനിഷൻ? ഐ ഡോണ്ട് നോ വാട്ട് ഇസ് എക്സാക്ട്ലി ദാറ്റ്. അപ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കളുണ്ട്, പ്രമോദ് പപ്പൻ, അവരാണ് എനിക്ക് ആ ഇൻസ്പിറേഷൻ തരുന്നത്. മമ്മൂക്കയായിട്ടുള്ള സഹവാസമാണ് ഈ HD ഒക്കെ നമ്മൾ പഠിക്കാൻ കാരണം. അങ്ങനെ നമ്മളത് ചെയ്യുമ്പോൾ എൻ്റെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു പ്രോപ്പർട്ടി വിറ്റിട്ടാണ് ഞാനതിന് മൂലധനം കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ, അപ്പം അതുകൊണ്ട് സിനിമയിലേക്ക് നമ്മൾ വരുമ്പോൾ സിനിമയിൽ എന്നാൽ ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് തിക്താനുഭവങ്ങൾ സിനിമയിൽ നിന്നുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടുണ്ട് താനും. അപ്പോൾ ഇതെല്ലാം കൂടുന്ന സുഖവും ദുഃഖവും എല്ലാം കൂടുന്നതല്ലേ, കയറ്റവും ഇറക്കവും വളവും എല്ലാം കൂടുന്നതാണ് സിനിമ. ഞാൻ വിശ്വസിക്കുന്നത് ആർക്കും ഒരാൾക്കും തൻ്റെ സിനിമ വിജയിക്കുമെന്നോ സിനിമ 100 കോടി നേടുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞാലേ, ഈ സിനിമ സംഭവിച്ചാലേ ശരൺ വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളുള്ളൂ. ഗുഡ് വില്ല് ചിലപ്പോൾ ഇനിയും ചിലപ്പോൾ മുന്നോട്ടൊക്കെ ആ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കും. ഈ പാവത്തിന് അദ്ദേഹത്തിന് ഈ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ വരണമെങ്കിൽ ഈ സിനിമ സക്സസ്ഫുൾ ആകണം. എനിക്ക് തോന്നുന്ന ഈ സിനിമ ആരും മോശം പറയില്ല. ഇതെൻ്റെ ഒരു തോന്നലാണ്. ആ സിനിമയിലൊരു സിനിമയുണ്ട്. ആ സിനിമ ആളുകൾക്ക് കൃത്യമായിട്ട് അതിനകത്ത് ചില എലമെൻറ്റുകളൊക്കെ വർക്കൗട്ടായാൽ ശരൺ വേണുഗോപാൽ അല്ലെങ്കിൽ ഗുഡ് വില്ലിന് ശരണ നാരായണിയും പ്രിയപ്പെട്ടവരായിരിക്കും. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പോൾ ശരൺ സാർ ഇപ്പോൾ മറ്റൊരു പ്രൊഡ്യൂസറായിരുന്നു. ആ പ്രൊഡ്യൂസറിന് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങൾ പടം മുന്നോട്ട് കൊണ്ടുപോവാണ്. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പ്രൊഡക്ഷൻ മാറുന്നു എന്നുള്ളൊരു മൊമെൻറ്റിന് എങ്ങനെയാണ് അതിൻ്റെ പൈസയില്ലായ്മയാണ്. പണം അവരുടെ ഇല്ലാത്തത് കൊണ്ട് അവർ മാറിയതാണ്. എന്ന് പറഞ്ഞാൽ അവനെ കുറ്റപ്പെടുത്തരുതേ. അവർ പറഞ്ഞ വേർഷൻ അവർക്ക് കിട്ടാവുന്ന പൈസ വന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? അവർക്ക് പൈസ വന്നില്ല എന്ന് പറയുന്നതാണ് നമുക്ക്. അല്ലാതെ സിനിമ, ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. ഈ സിനിമയിലൊരു സിനിമയുണ്ട്. ആ സിനിമ നമ്മൾ 27ാമത്തെ സിനിമയായതുകൊണ്ട് അത്രയും നാളത്തെ അനുഭവം കൊച്ചു പറഞ്ഞാൽ ഈ സിനിമ ആരും മോശമെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ ഗുഡ് മൂവി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ കറക്റ്റാണ്. ശരൺ എന്ന് പറഞ്ഞ വ്യക്തിയെ എനിക്ക് ആദ്യം അത്ര വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിലെ വിശ്വാസമാണ്. ഈ സിനിമ കൊണ്ടുള്ള ഗുണങ്ങൾ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് അത് നല്ലത് വരട്ടെ, നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഗുണം വരട്ടെ. പിന്നെ സാർ, മറ്റൊരു ചോദ്യം. ഫഹദ് ഫാസിലിൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടായിരുന്നു. രഞ്ജി പണിക്കർ സാറിൻ്റെ തിരിച്ചുവരവ് ആ അപ്ഡേറ്റിൽ കണ്ടിരുന്നു.
റിട്ടൺ ഡയറക്റ്റഡ് ബൈ രഞ്ജി പണിക്കർ, സ്റ്റാറിങ് ഫഹദ് ഫാസിൽ. അത് നിർമ്മിക്കുന്നത് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ് ആണ്. സർ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് പറയാമോ? അല്ല, അത് രഞ്ജിയേട്ടൻ അവിടെ നിന്ന് എഴുതി, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ല, അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് തീർന്നു. 2 പടങ്ങളാണ് രഞ്ജിയേട്ടൻ ചെയ്യാൻ പോകുന്നത്. അതിൽ 2 സ്ക്രിപ്റ്റ് കഴിഞ്ഞു. അതിൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫഹദിൻ്റെ പടമാണ്. ഫഹദാണ് അതിൻ്റെ നായകൻ. പിന്നെ രവിവർമ്മൻ എന്ന് പറയുന്ന ഒരാളാണ് അത് ക്യാമറ ചലിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് അവരുടെ സൗഹൃദത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരാളാണ് അതിന് മ്യൂസിക് കൊടുക്കുന്നത്. ചർച്ച എന്തായാലും ഈ വർഷം അത് സിനിമ ഉണ്ടാവും. ഓക്കെ സാർ, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലുള്ള ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കട്ടെ. ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ ഒരു ലാലേട്ടൻ പടം ഞാൻ വളരെ ആഗ്രഹിക്കുന്നതാണ്. ഞാൻ 4-5 സിനിമയ്ക്ക് ഫിനാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരു ഫോർച്ചുനേറ്റ് നടന്നില്ല. നല്ലൊരു സിനിമ വരട്ടെ. കാരണം മലയാളത്തിൻ്റെ ഇതിഹാസങ്ങളാണല്ലോ. മലയാള സിനിമ എപ്പോഴും നമ്മൾ കാണേണ്ടത് മമ്മൂട്ടി, മോഹൻലാൽ എന്ന് പറയുന്ന ആ എലമെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളതങ്ങനെ അവരെയൊന്നും വിസ്മരിച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അവരുണ്ടെങ്കിലേ ഉള്ളൂ ഇതൊക്കെ ഉള്ളൂ. അവരുടെ ഒരു ഇത് വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കൂടുതൽ അടുപ്പം മമ്മൂക്കയോടാണ്. പോലും ഞാൻ ലാലേട്ടനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലുള്ള ആളാണ് ഞങ്ങൾ. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അദ്ദേഹത്തിൻ്റെ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയും നാളും ആൻ്റണി ചേട്ടൻ പുള്ളിനെ ഇങ്ങനെ തോളത്ത് വെച്ചിരിക്കുകയായിരുന്നു, മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കൈയൊന്ന് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ അതിവിദൂരമല്ലാതെ അത് സാധ്യമാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ സംഭവിക്കുന്നതാണല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടൻ പറയുന്ന പോലെ സിനിമ ആർക്കും പറ്റില്ലല്ലോ. ഒരാൾക്കും ഇന്നയാളെ വെച്ച് ഇന്ന സമയത്ത് സിനിമ ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. സിനിമ സംഭവിക്കുന്നതാണ്. പിന്നെ ഒരാഗ്രഹം കൂടി, ഒരു ദിലീപേട്ടൻ പടം, ദിലീപേട്ടൻ വെച്ചൊരു ഗുഡ്വിൽ പടം പ്രതീക്ഷിക്കാമോ? വിദൂര ഇതിലെങ്കിൽ എത്രയും പെട്ടെന്ന് നടക്കും. ഒരു സംശയവും വിചാരിക്കണം, എത്രയും പെട്ടെന്ന് നടക്കും. നാരായണീൻ്റെ 3 ആൺമക്കൾ ഇനി റിലീസ് ചെയ്യാൻ പോവാണ്. ആദ്യ സിനിമയാണ്. ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ആദ്യ സിനിമയാണ്. എന്താണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കേണ്ടത്? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും സിനിമ പോയി കാണണം തന്നെയാണ്. നിങ്ങളെ നിരാശപ്പെടുത്താത്ത ഒരു നല്ല സിനിമയായിരിക്കും അത്. നല്ല വിശ്വാസമുണ്ട് എനിക്ക്. കാരണം അതിനുള്ള കഥയുണ്ട്. ഇപ്പം നേരത്തെ ചോദിച്ചിട്ടും പറഞ്ഞത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന ഒരു കഥ എന്ന് തോന്നിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾ എൻഗേജിങ് ആയിട്ട് ബോറടിപ്പിക്കാതെ അവസാനം വരെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എന്ന് ഉള്ള ഒരു ആകാംക്ഷ തരുന്ന ഒരു എലമെൻറ്റ് ഈ സിനിമയ്ക്കുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണണം, അഭിപ്രായങ്ങൾ പറയണം. ജോബി സാറിന് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ 26 സിനിമയും വിജയിപ്പിച്ച മലയാളത്തിലെ നല്ലവരായ പ്രേക്ഷകരോട് നിങ്ങളുടെയും കൂടി ഇതാണ് ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ്സ്. ആ ചക്രത്തിനകത്ത് നിങ്ങളുമുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും ഈ സിനിമ പോയി കാണണം. ഈ സിനിമ ഗുഡ്വില്ലിന് എല്ലാ സിനിമ പോലെയും ഫേവറേറ്റാണ്. എന്നാൽ ഇതിനകത്ത് ഒരു നല്ല സിനിമയുണ്ട്, നല്ല ഒരു കുടുംബ സിനിമയുണ്ട്. അതുകൊണ്ട് ഈ ഡയറക്ടറെ ഓർക്കുക, അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമാണ്. ഇനിയും 10, 20, 30 സിനിമകൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കണമെങ്കിൽ ഈ സിനിമയുടെ വിജയം ഒരു വലിയ ഊർജ്ജമാണ്. അതുകൊണ്ട് അദ്ദേഹത്തോടും ഉള്ള പ്രതിബദ്ധതയും ഗുഡ്വില്ലിനെ മറക്കരുത്. ഞാനും നിങ്ങളിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും പോയി സിനിമ കണ്ട് വിജയിപ്പിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. അപ്പോൾ നാരായണൻ്റെ 3 ആൺമക്കൾ പ്രേക്ഷകർക്കൊരു മികച്ച അനുഭവമായി മാറട്ടെ. താങ്ക് യു സോ മച്ച്.